ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാക്കനാടിൻ്റെ ഹൃദയഭാഗത്തുള്ള ആർച്ച് ബിഷപ്പ് വില്ലയിൽ പ്രകൃതിയുടെ കൃപ നിറഞ്ഞ സന്തോഷത്തിൻ്റേതായ സാക്ഷ്യപ്പെടുത്തലുകൾക്കിടയിൽ നിറയിച്ചിരിക്കുന്ന വർണ്ണപ്പൂക്കളുടെ സ്ഥലത്ത്, പക്ഷികളുടെ കളകൂജനമുള്ളിടത്ത്, വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായിരുന്ന അഭിവന്ദ്യനായ ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവ് ഇന്ന് ജീവിതത്തിൻ്റെ 84 സംവത്സരങ്ങൾ പൂർത്തീകരിക്കുന്നു. കേരള സംസ്കാരത്തിനെ വച്ച് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിവസം അഭിവന്ദ്യ പിതാവ് ശതാഭിഷിക്തനാവുകയാണ്. ഒരു പുരുഷായുസ്സിന് കിട്ടുന്ന ഏറെ ധന്യമായ അപൂർവമായൊരു വലിയ അനുഗ്രഹം. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ ലഭിച്ച ഐശ്വര്യപൂർണമായ ഒരു ജന്മം. പൗരോഹിത്യത്തിൻ്റെ 57 വർഷങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ രൂപതയായ കോട്ടപ്പുറം രൂപതയുടെ ആദ്യ മെത്രാനും ഇന്നത്തെ കോട്ടപ്പുറം രൂപതയുടെ ശില്പിയും, തുടർന്ന് 7.5 വർഷക്കാലം കേരള ലത്തീൻ സഭയുടെ പരമാധ്യക്ഷനായി, വരാപ്പുഴ അതിരൂപതയുടെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പായി സേവനം ചെയ്യാൻ ദൈവത്തിൽ നിന്നും ദിവ്യാനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയ അപൂർവ ജന്മത്തിന് അർഹനായ ഒരാൾ, അഭിവന്ദ്യനായ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിന് ശതാഭിഷിക്തനായ വരാപ്പുഴ അതിരൂപതയുടെ വലിയ ഇടയന് കേരളവാണിയുടെ സ്നേഹപ്പൂക്കൾ ഹൃദ്യമായ സമ്മാനമായി ഈ സമയം ആദരവോടെ സമർപ്പിക്കുന്നു. താങ്ക് യു. ഞങ്ങളുടെ നോക്കി ജീവിതത്തിൽ സുവിശേഷമാകുന്ന അനേകരെ നമ്മൾ കാണാറുണ്ട്. സ്വന്തം ജീവിതങ്ങൾ മറ്റുള്ളവർ വായിക്കേണ്ട സുവിശേഷമാക്കുന്ന അപൂർവം ചിലരെയും നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഇതാ ജീവിതത്തിൻ്റെ ധന്യമായ ശതാഭിഷിക്ത വേളയിൽ അഭിവന്ദ്യനായ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവ് കേരളവാണിക്ക് വേണ്ടി മനസ്സു തുറക്കുകയാണ്. പിതാവിൻ്റെ ധന്യമായ ജീവിതം എത്രയോ പേർക്കാണ് ദൈവവിളിയുടെ പ്രോത്സാഹനമായി മാറ്റപ്പെട്ടത്. പിതാവിൻ്റെ ദൈവവിളി ഈ ലോകം അറിയേണ്ട ഒരു വലിയ പുസ്തക കാര്യമായി തന്നെ മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട്, അഭിവന്ദ്യ പിതാവേ, അങ്ങയുടെ ദൈവവിളിയെക്കുറിച്ച്, ശ്രേഷ്ഠമായ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനെക്കുറിച്ച് കേരളവാണിക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ? ഇന്ന് രാവിലെ എൻ്റെ പോക്കറ്റിൽ കിടന്നിരുന്ന മൊബൈൽ അടിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ എടുത്തു നോക്കിയപ്പോഴാണ്, തുറന്നു നോക്കി ഞാൻ വായിക്കുന്നത് ശതാഭിഷിക്തനായ ആർച്ച് ബിഷപ്പ് എന്നുള്ള അഭിസംബോധനയോടുകൂടിയാണ്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. ഒന്ന്, 84 വർഷങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട യേശുദാസ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ മനോഹരമായ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം ഇടവരുത്തി എന്നുള്ളത് വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവമാണ്. ആ ചിന്തയാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. ദൈവത്തിന് എത്ര തന്നെ നന്ദി അർപ്പിച്ചാലും ഒരിക്കലും മതിയാകുകയില്ല. ഈ അവസരത്തിൽ ദൈവമേ, അങ്ങയുടെ മുന്നിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. ഈ നിമിഷത്തിൽ എൻ്റെ ദൈവവിളിയെക്കുറിച്ച്, ദൈവം എപ്രകാരമാണ്
എന്നെ ഈ ഭൂമിയിൽ ഒരു വലിയ ജനത്തെ നയിക്കുന്നതിന് വേണ്ടി മോസസിനെ ദൈവം വിളിച്ചതുപോലെ എന്നെ വിളിക്കുകയായിരുന്നുവെന്ന് ഞാൻ ചിന്തിച്ചു പോയി. 1956 തോന്നുന്നു, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ കൊച്ചാപ്പനച്ഛൻ ഫാദർ ജേക്കബ് കല്ലറക്കൽ എൻ്റെ വീട്ടിൽ, അന്ന് അച്ഛൻ്റെ പിതാവ് ജീവിച്ചിരുന്ന കാലത്ത് സന്ദർശിച്ച അവസരത്തിൽ കൊച്ചുകുട്ടിയായിരുന്ന എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എടാ ഫ്രാൻസിസ്, നീ എൻ്റെ കൂടെ വന്ന് പോണേൽ ഇടവക, അവിടെയാണ് ഞാൻ വികാരി, അവിടെ എൻ്റെ കൂടെ താമസിക്കുക. എന്നെ ഏതെങ്കിലും വിധത്തിൽ ഈ പ്രായത്തിൽ നിനക്ക് സഹായിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും ഉചിതമായ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. ദൈവം എന്നെ വിളിക്കുന്നു എന്ന് ഒരുപക്ഷെ ആഴമായി ചിന്തിക്കുവാനുള്ള പ്രായം എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും അച്ഛൻ്റെ വിളി എൻ്റെ സ്വന്തം അച്ഛനാണ്. അച്ഛൻ്റെ കൂടെ പോയി പൂനെയിൽ താമസിക്കാൻ തുടങ്ങിയ അവസരം ഞാൻ ഇന്നും ഓർക്കുന്നു. അതാണ് ദൈവം എന്നെ ആദ്യമായി ജേക്കബ് കല്ലറക്കിലൂടെ അച്ഛനോട് എന്നെ വിളിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ജേക്കബ് അച്ഛൻ്റെ കൂടെ 7ാം ക്ലാസ്സിൽ, അവിടെ അന്ന് ഒരുപക്ഷെ എനിക്ക് ഭാവിയിൽ ഒരു വൈദികനാകണമെന്നുള്ള ഒരു ആഗ്രഹം അങ്കുരിച്ചിരിക്കണം. ആ സമയത്ത് അതനുസരിച്ചുള്ള പഠനം ആയി മുന്നോട്ട് പോകാൻ അച്ഛൻ എന്നെ സഹായിച്ചു. അന്ന് കാത്തലിക് സ്കൂളിലായിരിക്കണം സെമിനാരിയിൽ പോകുന്നതിന് മുൻപ് ഒരു കുട്ടി പഠിക്കേണ്ടത് എന്ന് നിയമമുണ്ടായിരുന്നു. അതുകൊണ്ട് പൂനെയിൽ താമസിച്ചുകൊണ്ട് അടുത്തുള്ള ചേരാനെല്ലോ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ UP സ്കൂളിലാണ് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. പിറ്റേ വർഷം അന്ന് ഗവൺമെൻറ് പരീക്ഷയായിരുന്നു. ആ പരീക്ഷയിൽ ജയിച്ചു. പിറ്റേ വർഷം 8ാം ക്ലാസ് മുതലാണ് സെമിനാരിയിൽ സെമിനാരിക്കാരെ എടുക്കുന്നത് എനിക്ക് അറിയുവാൻ സാധിച്ചപ്പോൾ ഞാൻ അതിനായി ഒരുങ്ങി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ ഞാൻ സെമിനാരിയിൽ എന്നെ ആക്കാൻ വേണ്ടി എൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ഒന്നിച്ച് സെമിനാരിയിൽ ചെന്നപ്പോൾ ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റിയാണ്. അന്ന് അട്ടിപ്പേറ്റി പിതാവിനെ കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ ഭയം, അങ്ങനത്തെ ഭയം എന്ന് വെച്ചാൽ റെവറൻഷ്യൽ ഫിയർ, ആ പ്രായത്തിൽ അങ്ങനെയുള്ളൊരു വലിയ വ്യക്തിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ പിതാവിനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? ഞാൻ ഫ്രാൻസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ കൊള്ളാം ഫ്രാൻസിസ്, നീ സെമിനാരിയിൽ ഇന്ന് മുതൽ ഇവിടെയാണ് താമസിക്കുന്നത്, ഇവിടെയാണ് നീ പഠിക്കുവാൻ പോകുന്നത്, എല്ലാവിധത്തിലുള്ള ദൈവാനുഗ്രഹം നിനക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ആ നിമിഷം മുതൽ എൻ്റെ സെമിനാരി ജീവിതം തുടരുകയായിരുന്നു. കൊർണേലിയൂസ് ഇലഞ്ഞിക്കൽ പിതാവാണ് ആദ്യത്തെ റെക്ടർ. അദ്ദേഹത്തിൻ്റെ സ്നേഹമസൃണമായ എന്നാൽ നിയന്ത്രിത സ്നേഹത്തിൻ്റെ, നമുക്ക് ഒരു ബാലനായ കുട്ടി വളർന്നു വരുമ്പോൾ അവന് കിട്ടേണ്ട മാതൃകാപരമായിട്ടുള്ള ഉപദേശങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി, അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി, പ്രത്യേകിച്ച് സെമിനാരിയിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു ദിവസം വൈദികനാകുമാകണം എന്നുള്ള ആഗ്രഹമാണല്ലോ. അതനുസരിച്ചുള്ള ചിന്തകളും ഉപദേശങ്ങളുമാണ് കൊർണേലിയൂസ് പിതാവ് അന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന എനിക്ക് നൽകിയത്. അതുമുതൽ സെമിനാരി ലൈഫ് തുടരുകയായിരുന്നു. കോളേജ് വിദ്യാഭ്യാസം 1 വർഷം അന്ന് പ്രീ യൂണിവേഴ്സിറ്റി, അത് കഴിഞ്ഞാണ് കർമ്മലഗിരി സെമിനാരിയിൽ ഫിലോസഫി പഠിക്കുവാൻ ഞാൻ അയക്കപ്പെട്ടത്. അവിടുത്തെ പഠനം കഴിഞ്ഞപ്പോൾ, പഠനം കഴിയുന്നതിന് മുൻപ് തന്നെ എനിക്ക് റെക്ടറച്ചൻ്റെ ഒരു വിളി, ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റി നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് അവിടെ ചെന്ന് കണ്ടപ്പോൾ, അപ്പോഴാണ് റോമിലേക്ക് പോകുവാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം, അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, റെക്ടറച്ചൻ പറഞ്ഞു തരും. അത് അങ്ങനെ റോമിലേക്ക് ഞാൻ അയക്കപ്പെട്ടു. അത് ഏറ്റവും ദൈവം എനിക്ക് തന്ന
വലിയ ഒരു അനുഗ്രഹമായിരുന്നു. പ്രൊപ്പഗാൻഡ കോളേജ് ഉർബാനോ ദെ പ്രൊപ്പഗാൻഡ ഫിഡെ എന്ന് പറയുന്ന അറിയപ്പെടുന്ന വലിയ സർവ ലോകത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. അത് പല വിധത്തിലുള്ള സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായിരുന്നു പ്രൊപ്പഗാൻഡ കോളേജ്. ആ കോളേജിൽ 4 കൊല്ലം പഠിച്ചപ്പോൾ പല വിധത്തിലുള്ള സ്വഭാവക്കാരും സംസ്കാരത്തിൻ്റെ അടയാളങ്ങളുമായി ജീവിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, അവരിൽ നിന്ന് നമുക്ക് അന്യോന്യം കൈമാറുന്ന ആ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചും ഞാൻ ഓർത്തുപോയി. അങ്ങനെ 1968 ജൂൺ മാസം 29-ാം തീയതി വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ ദിവസം റോമിൽ തിരുപ്പട്ടം നൽകപ്പെടുന്ന ദിവസമാണ് അത്. അന്ന് തിരുപ്പട്ടം സ്വീകരിച്ച് അധികം താമസിയാതെ തന്നെ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു എഴുത്ത്, അട്ടിപ്പറ്റി പിതാവിൻ്റെ എഴുത്ത് കോളേജിലേക്ക് എനിക്ക് വന്നു. ഫ്രാൻസിസ്, നിന്നെ അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിനായി അയക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ അമേരിക്കയിലേക്ക് പോയി. അവിടെ ചെന്ന് എനിക്ക് ലഭിച്ച സ്കോളർഷിപ്പ് അഡ്മിഷൻ അത് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ എന്നോട് അട്ടിപ്പറ്റി പിതാവ് പറഞ്ഞിരുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ പോവുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദൈവത്തിൻ്റെ ഹിതം. പിതാവ് എൻ്റെ ഗുരു, എൻ്റെ അധികാരി, എൻ്റെ എല്ലാ വിധത്തിലുള്ള ഉപദേശം തരുന്ന ദൈവത്തിൻ്റെ പദവിയിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അവിടെ ചെന്ന് സർവകലാശാല യൂണിവേഴ്സിറ്റി, ഫെയർഫീൽഡ് യൂണിവേഴ്സിറ്റിയാണ് അവിടുത്തെ ആ കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോഴാണ് അവിടുത്തെ ഡീൻ, ഞാൻ താമസിച്ചിരുന്ന ഇടവകയിലെ ഓർഗനിസ്റ്റാണ്, എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഫാദർ ഫ്രാൻസിസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അപ്പോൾ എൻ്റെ വികാരി അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്താണ് വിഷയം? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഐ എം സോറി Father Francis, we don't have English literature in this college because this is a college of education. ആകെ എൻ്റെ മനസ്സാകെ കലങ്ങി. കാരണം ആർച്ച് ബിഷപ്പ് അന്നത്തെ കാലത്തുള്ള ഒരു വലിയ വ്യക്തി, നമ്മുടെ അധികാരി അട്ടിപ്പറ്റി പിതാവ് പറഞ്ഞ കാര്യം നടക്കില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു ചിന്ത, ഫീലിംഗ് ഉണ്ടായത്. അപ്പോൾ ഡീൻ പറഞ്ഞു, ഡോണ്ട് വറി എന്ന് അദ്ദേഹത്തിന് പ്രോസ്പെക്ടസ് എൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു തന്നുകൊണ്ട് പറഞ്ഞു, നോക്കുക, അതിനകത്ത് ഇഷ്ടമുള്ള വിഷയമുണ്ടാകും, അത് തിരഞ്ഞെടുക്കുക. 33 ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, അതോടനുബന്ധമായി ചെയ്യേണ്ട കടമകൾ, ടേം പേപ്പർ, ടേം പരീക്ഷ, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് 2 കൊല്ലം കഴിയുമ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായി. ഞാൻ പ്രോസ്പെക്ടസ് തുറന്ന് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ മുഖത്ത് നഷ്ടപ്പെട്ട പ്രകാശം വീണ്ടും ഉദിച്ചു. കാരണം ഞാൻ കാണുന്ന, എനിക്കിഷ്ടമുള്ള വിഷയങ്ങൾ അവിടെ കാണുന്നു. സോഷ്യൽ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സോഷ്യോളജി, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. അങ്ങനെ 2 കൊല്ലം കൊണ്ട് 33 ക്രെഡിറ്റ് എടുത്ത് ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കി. ഞാൻ വീട്ടിലേക്ക് ഇതുവരെയും നാട്ടിലേക്ക് മടങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടില്ല. അപ്പോഴാണ് പിതാവ് എൻ്റെ ആഗ്രഹമനുസരിച്ച് ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ഇടവക പള്ളി, അവിടെ എന്നെ അവർ സ്വന്തമായിട്ട് കണക്കാക്കി, ഇടവക ജനം. കാരണം ഞാൻ കുർബാന ചൊല്ലുന്നത്, അർപ്പിക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേകിച്ച് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നെ എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ 2 വർഷം അമേരിക്കയിൽ കഴിച്ച് അവരുടെ വീടുകളൊക്കെ സന്ദർശിക്കുവാനുള്ള അവകാശവും അനുവാദവും
അന്നത്തെ എൻ്റെ വികാരി അച്ഛൻ എനിക്ക് തന്നിട്ടുള്ളതാണ്. അതും എൻ്റെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞാൻ മറ്റൊരു രാജ്യത്ത്, വെസ്റ്റേൺ കൺട്രി, അവിടുത്തെ സംസ്കാരവുമായി ഭാഷ വ്യത്യസ്തമായ ആക്സെൻ്റൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്കറിയാം, അമേരിക്കൻ ആക്സെൻറ്റ്. അതെല്ലാം സ്വന്തമായിട്ട് കൈമുതലാക്കും. പിന്നെ അതെല്ലാം കൈമുതലാക്കിക്കൊണ്ട് ആണ് ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി സോഷ്യൽ സൈക്കോളജി, പിതാവ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കണം എന്ന് പറഞ്ഞെങ്കിലും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഉള്ള വിഷയം പഠിക്കുവാനുള്ള അനുവാദം എനിക്ക് കിട്ടിയപ്പോൾ സോഷ്യൽ സൈക്കോളജി അത് പഠിച്ചുകൊണ്ടാണ് ഞാൻ മടങ്ങിയെത്തത്. പിന്നീട് ഞാൻ അന്ന് ചിന്തിക്കുമ്പോൾ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുകയായിരുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ പ്രൊഫസറായിട്ട് ഏതെങ്കിലും നമ്മുടെ സെൻറ്റ് ആൽബർട്ട്സിലോ അവിടെയും, അതല്ല നിൻ്റെ വിളി എന്ന് ദൈവം തന്നെ അടയാളങ്ങളിലൂടെ കാണിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആശ്വാസമായി, സന്തോഷമായി. പിതാവിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഡോൺ വറി, ഒരു പ്രശ്നമില്ല, പഠിച്ച് കഴിഞ്ഞ് ഇവിടെ വരിക. അപ്പോൾ കാര്യങ്ങൾ മാറി. അട്ടിപ്പേറ്റി പിതാവ് മരിച്ചുപോയി. വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വന്നത് കേളന്തറ പിതാവാണ്. കേളന്തറ പിതാവ് ഞാൻ മടങ്ങി വന്നതിന് ശേഷം എന്നെ സ്ഥാനമേറ്റതിന് ശേഷം എന്നെ ഫോണിൽ വിളിച്ചു, ഇങ്ങോട്ട് വരിക, അതൊരു ആർച്ച് ബിഷപ്സ് ഹൗസിലേക്ക് വരിക. അദ്ദേഹത്തിനെ പോയി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ സെക്രട്ടറി ആക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ച് 7 വർഷക്കാലം ഞാൻ കേളന്തറ പിതാവിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പഠിക്കുവാൻ സാധിച്ചു. വിളിയെക്കുറിച്ചും വിളിയോട് അനുബന്ധമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഗൗരവത്തെക്കുറിച്ചും ഒക്കെ ഉള്ള അനുഭവം. ഒത്തിരിയേറെ അച്ഛന്മാർ പിതാവിനെ കാണാൻ വരുമ്പോൾ അവരുമായി അവർ എന്നെ കാണുകയും എന്നോട് സംസാരിക്കുകയും അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇന്നും വളരെ വലിയ സ്വാധീനമാണ് ചെലുത്തിയത് എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. ഇതിനെല്ലാം എത്ര തന്നെ നന്ദി അർപ്പിച്ചാലും ഒരിക്കലും മതിയാകുകയില്ല. അങ്ങനെ കേളന്തറ പിതാവിൻ്റെ കൂടെ നിന്ന് പഠിച്ചത് എനിക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങൾ, ആ അനുഭവങ്ങൾ, പിന്നീട് എനിക്ക് ലഭിച്ച ഉത്തരവാദിത്വം, ദൗത്യം, അതെല്ലാം നന്നായി ചെയ്യുവാൻ, നന്നായി എന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം ബോധ്യത്തോടു കൂടി തന്നെയാണ് പറയുക. അത് ചെയ്യുവാൻ, ചെയ്തു തീർക്കുവാൻ എന്ന് പറയുന്നില്ല, അത് ചെയ്യുവാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് കൂടുതൽ ശക്തമായ വിധത്തിൽ എനിക്ക് നൽകി. ദൈവം എൻ്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു എന്ന് തന്നെ ഞാൻ ചിന്തിച്ചു പോകുന്നു. പലപ്പോഴും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാനൊരു യാത്ര നടത്തുമ്പോൾ അതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അങ്ങനെ ഞാൻ മടങ്ങി വന്ന് എനിക്ക് പിതാവിൻ്റെ കൂടെ നിന്ന് ലഭിച്ച ആ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ സമ്പന്നമാക്കി. ആ സമ്പന്നത എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ജനങ്ങളെ ശുശ്രൂഷിക്കുവാനും അവർക്ക് നല്ല കാര്യങ്ങൾ നൽകുവാനും ഒക്കെ ഉള്ള അവസരമാണ് എനിക്ക് തന്നത് എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഉത്തമ ബോധ്യമാണ്. 1968 എനിക്ക് തിരുപ്പട്ടം റോമിൽ വെച്ച് കിട്ടിയത്. ആ തിരുപ്പട്ടത്തിൻ്റെ സുഗന്ധം, അഭിഷേക തൈലത്തിൻ്റെ സുഗന്ധം ഒരിക്കലും ഇല്ലാതെ ആക്കുവാൻ ഉള്ള യാതൊരു വിധത്തിലുള്ള സാഹചര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് അഭിഷേക തൈലത്തിൻ്റെ സുഗന്ധം എന്നും പരത്തുവാൻ എനിക്ക് ദൈവം അനുഗ്രഹിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ പ്രവേശിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി, എന്നെ അനുഗ്രഹിച്ചു, എന്നെ കൈപിടിച്ചു നടത്തി. അതിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഇന്നും ദൈവം എനിക്ക് പൂർണ്ണമായും നൽകി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. കാനൻ നിയമമനുസരിച്ച് ഒരു വൈദികൻ, ഒരു മെത്രാൻ
75 വയസ്സ് പ്രായമാകുമ്പോൾ ഔദ്യോഗികമായ പദവിയിൽ നിന്ന്, ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കണം എന്നുള്ള നിയമം പാലിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഇവിടെ സജ്ജമാക്കപ്പെട്ട മനോഹരമായ ഈ ആർച്ച് ബിഷപ്പ് വില്ലയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഇവിടെയും എന്നെ സന്ദർശിക്കുവാൻ എനിക്ക് പഴയ പരിചയക്കാരും വരാപ്പുഴ രൂപതയിലും കോട്ടപ്പുറം രൂപതയിലും എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ച അവസരത്തിൽ എനിക്കറിവുള്ള എല്ലാവരും പലപ്പോഴും പല അവസരത്തിലായി എന്നെ വന്നു കാണുകയും അവരുടെ അനുഭവം ഞാനുമായി പങ്കുവയ്ക്കുമ്പോൾ ഇന്നും എൻ്റെ ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. വരാപ്പുഴ അതിരൂപതയുടെ മനോഹരമായൊരു കാലഘട്ടമായിരുന്നു ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കലിൻ്റെ നേതൃത്വകാലം. വരാപ്പുഴ അതിരൂപതയുടെ ചരിത്രത്തിൽ തന്നെ ശതാഭിഷിക്തരായ രണ്ട് മെത്രാപ്പൊലിത്തമാരാണ് ഉള്ളത്. യശസ്വരനായ ആർച്ച് ബിഷപ്പ് ഡോക്ടർ കൊർണേലിയസ് ഇലഞ്ഞിക്കൽ, അതേ തുടർന്ന് ഇപ്പോൾ അഭിവന്ദ്യനായ ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ലോകത്തെ നോക്കുമ്പോൾ പണ്ടേതിനേക്കാൾ തികച്ചും വിഭിന്നമായൊരു കാഴ്ച നമുക്ക് കാണാനാകും. വിശ്വാസത്തിൻ്റെ തലത്തിൽ പ്രാർത്ഥനകൾ ഇല്ലാതാകുന്ന വീടുകൾ പെരുകി വരുന്ന കാഴ്ച, കുരിശിൻ്റെ മാർഗത്തിൽ നിന്നും മാറി നടക്കുന്ന യുവജനങ്ങളുടെ എണ്ണം കൂടി വരുന്ന കാഴ്ച, പാശ്ചാത്യ ലോകത്ത് നിഷിദ്ധമായ പലതും ഇന്നിവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറ്റപ്പെടുന്നൊരു കാഴ്ച, ലോകത്തിൻ്റെ ലൗകികതയ്ക്ക് പിറകെ ജനമിങ്ങനെ ആർത്തി പിടിച്ചോടുന്ന കാഴ്ച, ഈ കാഴ്ചകളൊക്കെ കാണാനുള്ള കണ്ണട ധരിച്ചുകൊണ്ട് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഇന്നും എന്നും നമ്മുടെ ആത്മാവിനും ശരീരത്തിനും ഔഷധമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പിതാവ് അങ്ങയ്ക്ക് എന്താണ് ഞങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്? രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടന്നതോടുകൂടി, അഥവാ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞതിനെ തുടർന്നുള്ള കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ ചിന്തകളിലും പ്രവൃത്തികളിലും നടന്നതായി നമുക്കെല്ലാവർക്കും തന്നെ അറിയാൻ സാധിക്കും. പല കാര്യങ്ങളും അന്ന് വരെ സഭയിൽ ഉണ്ടായിരുന്ന ആ സ്ട്രിക്ട്നെസ്, ആ വിശ്വാസത്തിൻ്റെ തലത്തിൽ സഭ പഠിപ്പിക്കുന്ന പഠനങ്ങൾ അതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാവരും, മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച്, അന്ന് മാതാപിതാക്കന്മാരുടെ വിശ്വാസം ആഴപ്പെട്ടതായിരുന്നു. ആ വിശ്വാസത്തിനും ഒരു പരിധിവരെ കുറവ് വന്നു. അത് ഈ കാലഘട്ടത്തിലുണ്ടായ മാറ്റമാണ്, മനോഭാവത്തിലുണ്ടായ മാറ്റം. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് യുവജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് സഭയിൽ വളർന്നു വരുന്ന യുവജനങ്ങൾ, അവർ ആത്മായ നേതൃത്വം നൽകി വളർന്നു വരുന്ന തലമുറയെ അവർക്കും സ്വാധീനിക്കേണ്ട, അവർക്കും സഹായങ്ങൾ എത്തിക്കേണ്ട, നേതൃത്വ ഗുണങ്ങൾ അവർക്കും നൽകേണ്ട അവസരത്തിൽ യുവജനങ്ങൾ ഒരുപക്ഷെ സഭയിൽ നിന്ന് അകന്നു പോകുന്ന, അല്ലെങ്കിൽ സഭയിൽ നാം കാണേണ്ട, പ്രതീക്ഷിക്കേണ്ട വിധത്തിലുള്ള, അത് ദൈവാലയത്തിലേക്ക് അവർ ബലിയർപ്പണത്തിന് വരുമ്പോഴും മറ്റ് സഭയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാനും വിളിക്കപ്പെട്ടവരാണല്ലോ അവർ. അങ്ങനെ നോക്കുമ്പോൾ യുവജന സംഘടനകൾ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ രൂപതകളിലൊക്കെ ഉണ്ടെങ്കിലും പ്രതീക്ഷിക്കുന്ന വിധത്തിൽ വരുന്ന അംഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല.
എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ മുൻപ് പറഞ്ഞ ആ വ്യതിയാനം മനുഷ്യൻ്റെ മനോഭാവത്തിൽ ഒരുപക്ഷേ ഭൗതികമായ സ്വാധീനം, ഭൗതികമായ സമ്പത്ത് അത് അനുഭവിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി വരുന്നു എന്നുള്ള അറിവും ഒക്കെ യുവജനങ്ങൾക്കും കിട്ടിത്തുടങ്ങിയപ്പോഴാണ് അവരുടെ വിശ്വാസത്തിന് അല്പം മങ്ങലേറ്റത്. ആ മങ്ങൽ ഇന്നും ഒരുപക്ഷേ ഒരു പരിധിവരെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ദൈവവിളിയെ ബാധിക്കുന്നതാണ്. മുൻപ് ഞാൻ സൂചിപ്പിച്ച ആ നിയന്ത്രിത സ്നേഹം ഒരു ബാലനായ വ്യക്തി, യുവജനം, യുവാവ്, യുവതി ഇവരൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് ഒരുപക്ഷെ നാം കൊടുക്കേണ്ട ചില ഉപദേശങ്ങളുണ്ടാകും. ആ ഉപദേശങ്ങൾ അവർ ശ്രവിക്കുവാനും അതേക്കുറിച്ച് ബോധ്യമുണ്ടാകുവാനും തക്ക വിധത്തിലുള്ള സഭയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും ഒക്കെ എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും കുറേയൊക്കെ ഇന്നും നാം കാണുന്നു. അതൊരു ലിബറലിസം, പെർമിസീവ് സൊസൈറ്റി. ഇന്ന് ഒരു കുടുംബത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മാതാപിതാക്കന്മാരുടെ അവസ്ഥ, മാതാപിതാക്കന്മാരുടെ ചിന്താരീതി അതിലും വ്യത്യാസം വന്നു. മക്കളെ വളർത്തുമ്പോൾ അവരെ ശാസിച്ചാൽ ഭയപ്പെടുകയാണ്. കാരണം എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്, സ്നേഹത്തിന് യാതൊരു വിധത്തിലുള്ള കുറവ് വരാതെ അവരെ ഉപദേശിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും ജീവിത സാക്ഷ്യം വഴി അവരെ ബോധ്യപ്പെടുത്തുവാനും മാതാപിതാക്കന്മാർക്കും സാധിക്കണം. ഒരു കാലത്ത് നമ്മുടെ കുടുംബങ്ങൾ കൂട്ടുകുടുംബങ്ങളായിരുന്നു. മാതാപിതാക്കന്മാർ, അപ്പൂപ്പൻ, അമ്മമ്മ അവരുടെ മൂല്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന അച്ചടക്ക ബോധം ആണ് കുട്ടികൾ അന്ന്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ അവരും ഇല്ലാതായതോടുകൂടി അവരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വന്ന ന്യൂക്ലിയസ് ഫാമിലി, അപ്പച്ചനും അമ്മച്ചിയും 1, 2, 3 കുട്ടികൾ അങ്ങനെ ഒതുങ്ങി നിന്നതിൻ്റെ ഫലമായിട്ടും സഭയിൽ ഒത്തിരിയേറെ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമ്മുടെ ദൈവവിളിയെ ബാധിച്ചിട്ടുണ്ട്. സഭയെ, വിശ്വാസികളെ നയിക്കുവാൻ തക്ക വിധത്തിലുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുന്ന വൈദികരുടെ അഭാവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സഭയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യൂറോപ്പിലും മറ്റ് പാശ്ചാത്യ ലോകത്തിലും നടക്കുന്ന കാര്യങ്ങൾ, അവരുടെ ചിന്താരീതി അതെല്ലാം കൂടുതൽ നമ്മളിൽ നിന്ന് അകന്ന് ചിന്തിക്കുന്നവരാണ്. അതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ലെങ്കിലും ഒരു പരിധിവരെ അത് ബാധകമാണ്. ഗ്ലോബൽ വേൾഡ്, ഗ്ലോബൽ ചേർച്ച്, സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നവരായാലും നാം മനസ്സിലാക്കണം. ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊള്ളണം, തള്ളിക്കളയാൻ പറ്റിയത് തള്ളിക്കളയണം. ഇങ്ങനെ നാം അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ വിശ്വാസത്തിന് പൗരോഹിത്യത്തിൽ നിന്ന്, പ്രത്യേകിച്ച് പൗരോഹിത്യ ശുശ്രൂഷയുമായി ഇത്രയും വർഷങ്ങൾ ഞാൻ കടന്നു പോയപ്പോൾ എനിക്ക് ലഭിച്ച ചിന്ത, അനുഗ്രഹം, ബോധ്യം, ദൈവത്തിൻ്റെ വിളി ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ജീവിതത്തെ ശൈലിയായി ദൈവം അഭിഷേകം തൈലം വഴി നമുക്ക് നൽകിയ, എനിക്ക് ലഭിച്ച ആ സന്തോഷം ഒരിക്കലും കളഞ്ഞു കുളിക്കാതെ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ആ സന്തോഷം അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെയും നല്ല വിധത്തിൽ ദൈവോന്മുഖരായി ജീവിക്കുവാൻ ഉള്ള ബാധ്യത, സഹായിക്കാനുള്ള ബാധ്യത എനിക്കുമുണ്ട് എന്നുള്ള ആ ഉറച്ച വിശ്വാസവും ആ രീതിയും ഒരിക്കലും മറന്നു കളയാതെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതെല്ലാ വൈദികരായാലും മെത്രാന്മാരായാലും എല്ലാവർക്കും സാധിക്കണമെന്നുള്ളൊരു ചിന്ത ഈ നിമിഷത്തിൽ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ശതാഭിഷിക്ത വിശുദ്ധിയിലായിരിക്കുന്ന
അഭിവന്ദ്യനായ ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിൽ നിന്നും ലോകം കാത്തിരിക്കുന്ന സുവിശേഷങ്ങൾ ഏറെയാണ്. തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മുൻപിൽ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടതെന്നൊരു ഓർമ്മപ്പെടുത്തൽ അദ്ദേഹം നൽകിക്കഴിഞ്ഞു. 1000 സൂര്യചന്ദ്രന്മാരെ കാണാനുള്ള ദിവ്യഭാഗ്യത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ 84-ാം വയസ്സിൻ്റെ പുണ്യപൂർണതയിൽ ആയിരിക്കുന്ന പിതാവിൽ നിന്നും വരാപ്പുഴ അതിരൂപതയ്ക്ക്, കേരള ലത്തീൻ സഭയ്ക്ക്, സാർവത്രിക സഭയ്ക്ക് പല പല കാര്യങ്ങൾ അറിയാനുണ്ട്, കേൾക്കാനുണ്ട്, സ്വന്തമാക്കാനുണ്ട്. പിതാവിൽ നിന്നും ഈ പുണ്യദിനത്തിൻ്റെ സന്ദേശം സ്നേഹ നിറഞ്ഞ ഹൃദയത്തോടെ, നന്മ ദൈവത്തോട് കാണിക്കുന്ന മനോഭാവത്തോടെ, ഏറെ അഭിമാനത്തോടെ, ഒപ്പം തന്നെ പിതാവിൻ്റെ മുൻപിൽ ഏറെ വാത്സല്യത്തോടെ നമ്മെ കാണുന്ന പിതാവിൽ നിന്നും നമുക്ക് ഈ ദിനത്തിൻ്റെ സന്ദേശം ശ്രവിക്കാം. 84 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന എൻ്റെ ജീവിതം ഇന്ന് ധന്യമായ ജീവിതമാണ് എന്ന് ഒരർത്ഥത്തിൽ എനിക്കും പറയുവാൻ ദൈവം ഇടയാക്കുന്നുണ്ട്. അത് ദൈവം തന്നിട്ടുള്ള നന്മ തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം, ചൈതന്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് മെത്രാന്മാരുടെയും വൈദികരുടെയും ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കേണ്ടതാണ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മെ ശക്തിപ്പെടുത്തുക. പ്രാർത്ഥനാ ജീവിതത്തിന് യാതൊരു വിധത്തിലുള്ള കോട്ടം തട്ടാതെ വിധത്തിൽ മാനുഷികമായിട്ടുള്ള ബലഹീനതയൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ മുന്നിൽ നിരത്തി വെച്ചുകൊണ്ട് അതെല്ലാം ഒരു പരിധി വരെ പരിഹരിക്കാനുള്ള സംവിധാനം ഇന്ന് സഭയിലുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സന്തോഷഭരിതമായ ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും, എല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും സാധിക്കണം. കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സഭ സമ്പന്നമാണ്. ഇവിടുത്തെ വിശ്വാസം സമ്പന്നമാണ്, വളരെ ആഴമുള്ളതാണ്. മിഷണറിമാരിൽ നിന്ന് നമുക്ക് ലഭിച്ച എല്ലാ പഠനങ്ങളും വിശ്വാസ സത്യങ്ങളും ഒക്കെ നമ്മൾ ഇന്നും നമ്മുടെ പൂർവികന്മാർ സ്വന്തമാക്കിയത് കൊണ്ടും ആ പഠനങ്ങളും അനുഭവങ്ങളും തലമുറയായി പങ്കുവച്ചതുകൊണ്ടും കൈമാറ്റം ചെയ്യപ്പെട്ടതുകൊണ്ടാണ് കേരള സഭയിൽ വന്നിട്ടുള്ള ആ വിശ്വാസത്തിൻ്റെ ഊന്നൽ ഇന്നും ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കുക. ഇന്ന് ഒരു പക്ഷേ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആ വിശ്വാസത്തിന് അല്പം കോട്ടം തട്ടി വന്നിട്ടുള്ളത് ഇന്നത്തെ കുടുംബത്തിൻ്റെ പശ്ചാത്തലമാണ്. ന്യൂക്ലിയസ് ഫാമിലിയായിട്ട് മാറിയപ്പോൾ കൂട്ടുകുടുംബത്തിൽ നിന്ന് വ്യത്യസ്തമായി മോഡേൺ വേൾഡിലുള്ള പശ്ചാത്തല ലോകത്തിലുള്ള ജീവിതശൈലിയുമായി താതാത്മ്യം പ്രാപിക്കുവാനുള്ള ഒരു ബോധം, ഒരു അനുകരണം, ഇതൊക്കെ സംഭവിച്ചതിൻ്റെ ഫലമായി നമ്മളുടെ കുടുംബങ്ങളിലും ആ പ്രാർത്ഥനാ ചൈതന്യം അന്ന് ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു കാലത്ത് രാത്രി സമയം സന്ധ്യാവേളയിൽ കേരളത്തിലെ അങ്ങുമിങ്ങും ഭവനങ്ങളിലൂടെ നമ്മൾ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിന്നും ഉച്ചരിക്കപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന ശബ്ദം, പരിശുദ്ധ ജപമാല ഒരേ സ്വരത്തിൽ കുടുംബാംഗങ്ങളും കുട്ടികളും വലിയവരും ഒന്നിച്ച് ജപമാല അർപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ കേൾക്കുന്നവരുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം, ചലനം, അത് അവരുടെ വിശ്വാസത്തെയും ബാധിക്കുന്നു. ഇന്ന് അതിന് അല്പം കോട്ടം സംഭവിച്ചിരിക്കുന്നു. അതേക്കുറിച്ച് നാം ബോധവാന്മാരാകണം. നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ചൈതന്യം വീണ്ടെടുക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലെയും
കുടുംബജീവിതത്തിലേക്കും ആ അനുഭവം നാം മടക്കിക്കൊണ്ടുവരണം. അതിനുള്ള കൃപാവരം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്കേവർക്കും എന്നും അനുഭവവേദ്യമാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വരാപ്പുഴ അതിരൂപതയുടെ മഹാ ഇടയനായിരുന്ന അഭിവന്ദ്യനായ ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിൻ്റെ ദൈവിക കൃപ നിറഞ്ഞ വാക്കുകൾക്കൊപ്പം നമുക്കും ജീവിതങ്ങളെ ചിട്ടപ്പെടുത്താം. ശതാഭിഷിക്തനായ അഭിവന്ദ്യ പിതാവിന് ഇനിയും സ്നേഹത്തിൻ്റെ പൂർണ്ണചന്ദ്രന്മാരെ കാണാനുള്ള കൃപ സർവേശ്വരൻ നൽകട്ടെ എന്ന പ്രാർത്ഥന ഒരു ആശംസയായി നേരുന്നു. ഒപ്പം വരാപ്പുഴ അതിരൂപതയുടെ ഔദ്യോഗിക ചാനലായ കേരളവാണിക്ക് വേണ്ടി അദ്ദേഹം പങ്കുവച്ച ജീവിത അനുഭവങ്ങളും സ്വന്തം ദൈവവിളിയും ലോകക്കാഴ്ചകളും ആത്മീയ അറിവുകളും നൽകിയതിനും ഞങ്ങളുടെ എല്ലാവരുടെയും വാത്സല്യഭാജനമായ ആദരവിൻ്റെ പൂർണ്ണതയായ അഭിവന്ദ്യനായ വലിയ പിതാവിന് ഈ നല്ല ദിവസത്തിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങളും സ്നേഹാശംസകളും നേരുന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. യെസ്.